ഈ നൂറെ ഹബീബ് തങ്ങളുടെ ദുആ മജ്ലിസൊക്കെ ലൈവ് വരുന്ന, ഇവരുടെ ഈ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന ലൈവൊക്കെ വരുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ, അതേ ചാനലിൽ നിന്ന് എനിക്ക് വന്ന ഒരു കമൻറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. പച്ചത്തെറി കമൻറ്റ് ചെയ്ത് വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമേൽ മോശമാണിതെന്ന്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് ഇവർ നേടിയതെന്താണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ അത്ര വൃത്തികെട്ട നാമങ്ങൾ കൊണ്ടാണ് അവർ തെറി വിളിച്ചിട്ടുള്ളത്. അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എന്നെ അവർ വിശേഷിപ്പിച്ചത് നായ എന്നാണ്. നായ എന്നല്ല, പട്ടി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നായ എന്ന് പറയുന്നത് നന്ദിയുള്ള ജീവിയാണല്ലോ. ഞാൻ എൻ്റെ റബ്ബിനോട് അത്രമേൽ നന്ദി കാണിക്കാൻ കൊതിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. അപ്പം അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു നായ എന്ന നിലക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ വലിയൊരു വല്ലാത്ത സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് നൂറെ ഹബീബ് തങ്ങളാണ് ഈ കമൻറ്റ് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ തങ്ങളല്ലെങ്കിൽ ഈ തങ്ങളോട് ഏറ്റവും അടുത്ത ആളായിരിക്കില്ലേ ഈ ചാനൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഏറ്റവും അടുത്തൊരാളായിരിക്കുമല്ലോ തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ലൈവ് ഇതിലിടുന്നത്. അത്ര ബന്ധമുള്ള ഒരാൾക്ക് പോലും തങ്ങളിൽ നിന്ന് നല്ലൊരു സ്വഭാവം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഈ മജ്ലിസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്രമേൽ വൃത്തികെട്ട വാക്കുകൾ ഇങ്ങനെ പരസ്യമായി വന്ന് കമൻറ്റ് ചെയ്യാൻ പോലും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് തർബിയത്ത മക്കളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്? ഈ ദിക്റും സ്വലാത്തുൽ ഫാത്തിഹും എന്ത് ഗുണമാണ് നിങ്ങളിൽ ഉണ്ടാക്കിയത്? ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കലല്ല. ദിക്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിപ്പിക്കലല്ല. ഏറ്റവും വലിയ അത്ഭുതമായ ഖൽബിൽ തഖ്വ ഉണ്ടാക്കിത്തരലാണ്, മനസ്സിൽ സമാധാനം തരലാണ്, നല്ല സ്വഭാവത്തിലേക്ക് നിങ്ങളെ വഴി നടത്തലാണ്. ഇതിനൊന്നും പറ്റാത്തിടത്തോളം ആ മജ്ലിസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ട് ആ മജ്ലിസിൽ നിന്ന് നിങ്ങൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതിനെന്തർത്ഥമുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കും മനുഷ്യന്മാരെ. ഇതൊക്കെ തന്നെയാണ് ഈ വിമർശിക്കപ്പെടാനുള്ളൊരു കാരണം. ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞാൽ അടിയിൽ വന്ന് പച്ചത്തെറികൾ കമൻറ്റ് ചെയ്യുക ഒരാൾ മാത്രമൊന്നുമല്ല, ഒരുപാട് മുത്തുമണികളുണ്ട്. ഇനി ഏതായാലും അങ്ങനെയുള്ള മോശം പരാമർശങ്ങൾ ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് കാണിച്ചാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഏതായാലും ഇതിൻ്റെ അടിയിൽ വന്നിട്ടും ന്യായീകരിക്കുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് മുത്തുമണികളുണ്ട്. ഈ മുത്തുമണികൾ എങ്ങനെയാണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയതെന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് എനിക്ക്. ചില ആളുകളുടെ കമൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരാൾ പറയുന്നത് എന്താണ്? റഹീനത്ത പറയുന്നത്, എന്തിനാണ് കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുന്നത്? നിങ്ങൾ ഉസ്താദല്ലേ, ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെയാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ബാക്കി എഴുതാൻ മറന്നുപോയതാണ്. അള്ളാഹു ആയാലും എന്തിനാണ് കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുന്നത് എന്നാണ്. മോനെ, ഇത് കുറ്റം പറച്ചിലല്ലടാ. നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ്? മൂപ്പരുടെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. മൂപ്പര് രഹസ്യമായി ചെയ്തൊരു തെറ്റാണെങ്കിൽ അത് രഹസ്യമായി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ അത് മറ്റുള്ളവരെ അറിയിച്ച് നടക്കൽ, അതിനാണ് ഈ കുറ്റം പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത്. ഇതല്ല. മൂപ്പര് സ്വലാത്ത് ചൊല്ലിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അൽഹംദുലില്ലാ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷേ പരസ്യമായി ജനമധ്യത്തിൽ നിന്ന് അറിവില്ലാത്ത കാര്യങ്ങൾ വലിയ അറിവാളിയെപ്പോലെ വിളിച്ചു പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ തിരുത്തി കൊടുക്കും. ഇത് കുറ്റം പറച്ചിലല്ല എന്ന് ഈ മുത്തുമണികളോട് പറഞ്ഞിട്ടും എന്താ മക്കൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അടുത്ത കമൻറ്റുകൾ നോക്കിയേ. നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പോക്കറ്റിലേക്കല്ലേ ഇടുന്നത്. ആ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? തങ്ങൾക്ക് കിട്ടിയത് തങ്ങൾ പോക്കറ്റിലേക്ക് ഇട്ടോട്ടെ, നിങ്ങളും അങ്ങനെയല്ലേ പോക്കറ്റിലേക്ക് ഇടുന്നതെന്ന് ഈ പറയണത്. ഞാൻ 2-3 ജോലികൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്, ഒരു ചെറിയ സൈക്കോളജിസ്റ്റാണ്, മഹല്ലിൽ സേവനം ചെയ്യുന്നുണ്ട്. എനിക്ക് സാലറി കിട്ടുമ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പോക്കറ്റിലേക്ക് ഇടാറ്. പിന്നെ എവിടെ ഇടേണ്ടത് നിങ്ങൾ പറയും? മൂപ്പർക്ക് കിട്ടുന്ന സാലറി മൂപ്പർ എവിടെ വേണമെങ്കിലും ഇട്ടോട്ടെ. നമ്മുടെ ചർച്ച അതല്ലല്ലോ. യത്തീം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത പൈസ മൂപ്പർ കൊണ്ടുപോയി ജ്വല്ലറിയിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ ലാഭവിഹിതം വാങ്ങുന്ന ഏർപ്പാട് തനിച്ച ഹറാമാണ്. അത് യത്തീമിന് അവകാശപ്പെട്ടതാണെന്നാണ് വാദം. അല്ലാണ്ട് മൊയിലാരിക്ക് കിട്ടണത് മൊയിലാരി പോക്കറ്റിലിടല്ലേ, തങ്ങൾക്ക് കിട്ടണത് തങ്ങൾ ഇട്ടോട്ടെ. എൻ്റെ പൊന്നുമോളെ, ഇനി എന്നാണ് ബോധം വെക്കണത്? ഇനി എന്നാ മനസ്സിലാകണത്? ഇങ്ങനത്തെ മുത്തുമണികൾ മൂപ്പർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ഈ പരിപാടിയിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവരും ഇത് മീഡിയയിൽ കൂടി വിളിച്ചു കൂകിയിട്ടെന്ത് കാര്യം? അക്ഷരത്തെറ്റുകളുണ്ട്, മുത്തുമണികളല്ലേ, സാരമില്ല, നമുക്ക് നന്നാക്കി വായിക്കാമല്ലോ.
അയാൾ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നു, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, ഒരുപാട് ആയാൽ നോക്കുന്നു, ഒരുപാട് ആളുകൾ നോക്കുന്നു, അല്ലാഹു അലം, ഒരുപാട് സഹായങ്ങൾ അയാൾ ചെയ്യുന്നു. അയാൾ ചെയ്യുന്ന സഹായങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സഹായങ്ങളാണോ? അല്ലല്ല. ശരി, മറ്റുള്ളവർ കൊടുത്തിട്ട് ചെയ്യുന്ന സഹായങ്ങൾ, അൽഹംദുലില്ലാ, സഹായങ്ങൾ ചെയ്തോട്ടെ. സഹായങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ പരസ്യമായി പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ മുത്തുമണികൾ പറയുന്നതെങ്കിൽ എങ്ങനെ മക്കളത് പറ്റുക? നമ്മൾ ഇത്തിരിയെങ്കിലുമൊക്കെ ഉസ്താദുമാരുടെ മുമ്പിലിരുന്നിട്ട് കിതാബോധി പഠിച്ചില്ല, ഒരല്പമെങ്കിലും അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് ഇച്ചിരെങ്കിലും ഇൽമ കിട്ടിയിട്ടുണ്ടാവൂലേ? അവരല്പം ഇൽമിൻ്റെ ഒരു ഫലം നമ്മൾ കാണിക്കണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, എന്നൊന്നും പറയാൻ പറ്റൂല. പരസ്യമായി ചെയ്യുന്നതിനെ പരസ്യമായി തന്നെ വിമർശിക്കണം. പിന്നെന്താ ഉസ്താദെ, നിങ്ങളെന്തിനാ അഹ്ലുബൈത്തിനെ കുറ്റം പറയുന്നത്? കൊടക്കാട് പോയി നോക്കാനാണ് പറയണം. ആ കാട്ടിലോട്ട് ഞാനില്ല, അള്ളാഹു എന്നെ അങ്ങോട്ട് എത്തിക്കാതിരിക്കട്ടെ. ഇത് അഹ്ലുബൈത്തിനെ കുറ്റം പറയലല്ല മക്കൾ. നിങ്ങളെന്താണ് മുത്തുമണികളിത് മനസ്സിലാക്കുക? എനിക്ക് വയ്യ. നിങ്ങളെന്ത് മുത്തുമണികളാണിത്? അഹ്ലുബൈത്തിനെ കുറ്റം പറയലല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അവരെ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം തങ്ങളാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തങ്ങളാണെങ്കിൽ അത്രമേൽ ബഹുമാനമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുത്തുഫയാണ്, വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. അതിനർത്ഥം എന്ത് തെറ്റ് ചെയ്താലും മിണ്ടാതിരിക്കണം എന്നല്ല. പരസ്യമായി ചെയ്യുന്ന തെറ്റുകളെ പരസ്യമായി തന്നെ വിമർശിക്കണം. പിന്നെന്താണ്, തങ്ങളെ കുറ്റം പറയുന്ന ഉസ്താദുമാർ തലപ്പാവ് ധരിച്ചിട്ടൊരു കാര്യമില്ല. സീനത്തുത്ത എൻ്റെ പൊന്നത്ത ഇനിയിപ്പോൾ ധരിച്ചു പോയില്ലേ വിട്ടുകളാ. അപ്പോൾ തങ്ങളെ കുറ്റം പറയുന്ന ഉസ്താദന്മാരൊന്നും തലപ്പാവ് ധരിച്ചിട്ട് കാര്യമില്ല എന്നാണ്. എന്താലേ, മൂപ്പരുടെ കൂടെ ഇരിക്കുന്ന ചില മൊയ്ലിയാക്കന്മാരുണ്ട്. കണ്ണൂരിൽ നിന്ന് ഓരെക്കുറിച്ച് ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വർത്തമാനങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന മൊയ്ലിയാക്കന്മാർ തലപ്പാവിന് പകരം വേറെന്തെങ്കിലും ഇട്ടിട്ട് ഒളിച്ചോടേണ്ടി വരും. അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് എന്തോ വലിയ സംഗതിയാക്കി മാറ്റുന്ന ഈ ഏർപ്പാട് നിർത്തണം. ഇങ്ങനെ നിർത്തിയില്ലെങ്കിലുള്ള വിഷയം എന്താണ്? ഹക്കിൻ്റെ അഹ്ലുകാരെ, യഥാർത്ഥ സ്വാലിഹീങ്ങളെ, മഹാന്മാരെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. വ്യാജന്മാരുടെ അടുക്കലേക്ക് ആളുകളോടും യഥാർത്ഥ അള്ളാൻ്റെ മഹാന്മാരിൽ നിന്ന് കിട്ടേണ്ട തൗഹീദിൻ്റെ വിശ്വാസം, യഥാർത്ഥമായ തുരീഖത്തിൻ്റെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വ്യാജന്മാരുടെ പിന്നാലെ ഓടി 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 സമ്പത്തും ഈമാനൊക്കെ കൊണ്ടുപോയി അടിയറവ് വെക്കും. അതുകൊണ്ടാണിത് പറയേണ്ടി വരണത് മക്കളെ, മനസ്സിലായോ? ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് തൊപ്പിയാക്കേണ്ടി വരുമെങ്കിൽ തൊപ്പിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും പരസ്യമായി ചെയ്യുന്നതിനെ പരസ്യമായിട്ട് വിമർശിക്കും. സീനത്തെ പൊരുത്തപ്പെടണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്, ഉള്ള വില കളയരുത്. ആഹാ, അപ്പോൾ എനിക്ക് ആയിത്താത്ത ആ മുത്തുമണി എനിക്ക് നല്ലൊരു ജോലി വരും, നല്ലൊരു പണി വരും. നല്ലൊരു പണിയൊക്കെ നിങ്ങൾ തന്നോളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല നല്ല പണികളൊക്കെ ആണെങ്കിൽ ഏറ്റെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉള്ള വിലകളെ ഈ ഇങ്ങനെ ദീയം പറഞ്ഞിട്ട് പോണ വിലയാണെങ്കിൽ അങ്ങോട്ട് പോട്ടേന്നേ. ശരി, ദീനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വില പോയില്ലെങ്കിൽ ഒരു രസമില്ല. എല്ലാവരും ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇച്ചിരി വിലയൊക്കെ അങ്ങോട്ട് പോകണം. ദീം പറഞ്ഞിട്ട് പോണ വിലയൊക്കെ അങ്ങോട്ട് പോകണം. അതിൽ ഭയങ്കര രസമാണ്, അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെന്താ, ഇങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മൊയ്ലിയാരെ? എല്ലാവരും പണി തരാൻ വരാണല്ലോ മൊയ്ലിയാരിക്ക്. ഇതിന് മാത്രം പണി എവിടെ ഇരിക്കണത്? അസ്മത്താത്ത, എന്തോരം പണിയാണ് എല്ലാവരുടെയും കയ്യിൽ. ഹേയ്, ഇച്ചിരി ഒരുപാട് പണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാ പണിയൊക്കെ എടുത്ത് അവിടെ ഇരുന്നാൽ പോരെ. ഈ കൊടക്കാട് തൊട്ട് ഓടേണ്ട കാര്യം വല്ലതും നിങ്ങൾക്കുണ്ടോ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ മൂപ്പരെ വ്യക്തിപരമായിട്ട് കുറ്റം പറയില്ല കേട്ടോ. ഒരു സ്വലാത്തോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഈ ശാപവാക്കുകളും ഈ തെറിവിളികളും അല്ലാതെ നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ. നിങ്ങൾ നല്ലത് പറഞ്ഞു നോക്കിക്കേ. ഇതിൻ്റെ അടിയിൽ വന്നിട്ടും കുറേ സ്ഥിരമായിട്ടിടുന്ന ഒരു ജമീലത്താത്തുണ്ട്. അവരിതിൻ്റെ അടിയിൽ വന്നിരുന്ന് കുത്തിയിരുന്ന് ഇപ്പോൾ രാവുകയാണ് എന്നെ. നീ നന്നാവൂലടാ, നിന്നോട് അങ്ങനെയാടാ ഇങ്ങനെയാടാ, ഡാഷാണ് മറ്റേതാണ് മറിച്ചതാണ്. ഇങ്ങനെ മുത്തുപണികളുടെ ഒരു കാര്യം. ഈ സ്ത്രീകളിങ്ങനെ ആകുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ. പിന്നെന്താ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. അത് നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ. അതായിരിക്കും മൂപ്പര് മറ്റേ ഉംറക്ക് പോയപ്പോൾ വിഗ് വെച്ചുകൊണ്ട് പോയത്. കഷണ്ടിക്ക് മരുന്നില്ല എന്ന് കരുതിയിട്ടേ. തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ തങ്ങളുപ്പാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം. തങ്ങൾക്ക് ഭയങ്കര പവറുള്ളതല്ലേ, അപ്പോൾ പവറുള്ള പാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം. ഒന്നിൽ പവർ കൊണ്ട് മുടി കിളിർപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മരുന്നുണ്ട്. കഷണ്ടിക്കൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? 2025 നമ്മളുള്ളത്, 26 പോകുന്നത്. അപ്പോൾ കഷണ്ടിക്കൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അസൂയക്ക്, അത് അസൂയ നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇതിലിപ്പോൾ എന്തുട്ടാ അസൂയ? എനിക്ക് മനസ്സിലാകണില്ല. നിങ്ങളെന്തേ അസൂയ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹു ബോധം തരട്ടെ. പിന്നെന്താ, തീക്കൊള്ളിയിൽ തല ചൊറിയണ്ട ഉസ്താദേ. അൽഹംദുലില്ലാ, റബ്ബി വിരലൊക്കെ തന്നിട്ടുണ്ട്. തല ചൊറിയാൻ ഇത് മതി. തീക്കൊള്ളിയൊക്കെ എടുത്ത് ചൊറിയേണ്ട കാര്യമൊന്നുമില്ല.
മൂപ്പര് അത്ര വലിയ തീക്കൊള്ളിയാണ് അല്ലേ. അള്ളാഹു വെള്ളം ഒഴിച്ച് കെടുത്തട്ടെ. നമ്മളങ്ങനെ തീ കത്തി നിൽക്കാൻ പാടില്ല. എല്ലാവരിലേക്കും സ്നേഹം പകരണം, തണുപ്പ് പകരണം, ചൂട് പകരുന്ന തീക്കൊള്ളികളായി മാറാൻ പാടില്ല കേട്ടോ. അള്ളാഹു അവരെ നമ്മളെയൊക്കെ നന്നാക്കട്ടെ. പിന്നെന്താ, എന്തിനാണ് ഉസ്താദെ തങ്ങളുപ്പയെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത്? ഇങ്ങക്ക് ഈ സമയം കണ്ട് പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം പാടിക്കൂടെ? ആഹാ, അതിപ്പോൾ UDF-കാരുടെ ആസ്ഥാന ഗാനമായിട്ടുണ്ട് അല്ലേ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, അതിൻ്റെ യഥാർത്ഥ ഗാനം ഇല്ലേ, ഏകനേ യാ അല്ലാ, അങ്ങനെ ഒരു പാട്ടാണ്. നാഗൂരത്തെ ഖുലഫാക്കൾ പാടിയ പാട്ടാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ മുത്തുമണി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളതങ്ങനെ രണ്ടുപേരും പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ നേരം കൊണ്ട് നമ്മുടെ തങ്ങളെ നമ്മളൊന്നും പറയണില്ല കേട്ടോ, നമ്മൾ പാട്ട് പാടി. ഓക്കെ, മുത്തുമണിക്ക് സന്തോഷമായില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നല്ലത് പാടാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെന്താ, നിങ്ങളെന്താ മോനെ, ഒരു ഉമ്മയാണല്ലോ മോനെ എന്നൊക്കെ എന്നെ വിളിക്കണ്ട. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഉമ്മക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദ് എന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ വിളിച്ചോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല ഉമ്മ. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അല്ലാഹുവേ, അതൊരു എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. കാരണം ഒരു മുത്തുമണി എന്നെ കണ്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഐ എം പ്രൗഡ് ഓഫ് യു. ഓക്കെ, നിങ്ങളെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഉമ്മയുടെ പ്രശ്നം. ഉമ്മ ഞാൻ ചിരിക്കട്ടെ, അല്ലാഹ് നമുക്ക് ചിരിക്കാനല്ലേ ആയുസ് തന്നേക്കണത്. നല്ലത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കട്ടെ, അതൊരു തൗഫീക്കല്ലേ. നിങ്ങളെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടാണ് പറയണതെന്നാണ്. ഞാൻ ഇനി കരഞ്ഞുകൊണ്ട് പറയണോ? എൻ്റെ പൊന്നുമ്മ എന്നൊക്കെ പറയാൻ ഇന്ന് കരയേണ്ടി വരും. എന്തിനാ ഉമ്മ ഇങ്ങനെ കരയിപ്പിക്കണേ? ഉമ്മ ഞാൻ എൻ്റെ ചിരി നിലനിൽക്കാൻ ഉമ്മ ദ്വാരക്കണം കേട്ടോ. പിന്നെന്താ, നിങ്ങൾ ഒരു ഉസ്താദാണോ? ഉസ്താദാണെന്ന് കുറേ പേരങ്ങനെ ഉസ്താദെന്നൊക്കെ വിളിക്കലുണ്ട്. ഇനി ഉമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഉമ്മയുടെ മോനല്ലേ ഞാൻ, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. മറ്റുള്ളവരെ കുറ്റം പറയാൻ വന്നതാണോ? ആണോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടാനാണ് ഉമ്മ ഉദ്ദേശിച്ചത്? കിട്ടിക്കോട്ടെ. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, ഞങ്ങളെ നിങ്ങൾ കുറ്റം പറയാനായിട്ടില്ല, നിങ്ങളാണ് വിഡ്ഢി. തങ്ങളെ ഞാൻ കുറ്റം പറയാനായിട്ടില്ല. ശരി തന്നെയാണോ? ഞാൻ വെഡ്ഡിയാണ്. അൽഹംദുലില്ലാഹ്, ഉമ്മ എനിക്ക് ബുദ്ധി ഉണ്ടാകുന്ന വരക്കണം കേട്ടോ. ഉമ്മാക്കുള്ള ബർക്കത്ത് ചെയ്ത് തരട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുത്തുപണികൾ. ഇതൊന്നും അല്ല, വലിയ തെറിവിളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും കാണിക്കണ്ട. ഞാനിപ്പോൾ ഇതെന്തിനാ വായിച്ചതെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾക്ക്, അതായത് ഞാൻ പലപ്പോഴും ഉണർത്തിയൊരു സംഗതിയുണ്ട്. നമ്മളൊരു മജ്ലിസിലേക്ക് പോകുമ്പോൾ, ഒരു ആലിമിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ടത് പ്രകാശമാണ്, നൂറാണ്. അള്ളാഹു നൂറുസ്സമാവാത്തി വല്ലർദ്, അള്ളാഹ് ആകാശഭൂമികളുടെ ചൈതന്യമാണ്. ഈ ചൈതന്യം പകർന്നു തരേണ്ടവരാണ് ആലിമീങ്ങൾ, സയ്യിദന്മാർ. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരം തെറി വിളിക്കാനുള്ള ലൈസൻസുകളും ശപിക്കാനുള്ള ലൈസൻസും വായെടുത്താൽ വിളിച്ചു പറയുന്ന വൃത്തികേടുകളൊക്കെ ആണെങ്കിൽ ആ സംഗതി വളരെ മോശമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അള്ളാഹു നമ്മളൊക്കെ, ഇപ്പം ഞാനടക്കം നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്, തെറ്റൊക്കെ ചെയ്യാത്ത മനുഷ്യന്മാരാരുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും ആദ്യം എനിക്കൊക്കെ പുറത്തു തരട്ടെ. ഇവിടെ അദ്ദേഹം സ്വലാത്തിലിക്കോട്ടെ, ആർക്കാ തടസ്സം? അദ്ദേഹം യത്തീമക്കളെ കെട്ടിച്ചോട്ടെ, അദ്ദേഹം നന്മകളൊക്കെ ചെയ്തോട്ടെ, അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അറിയാത്ത മേഖലയാണ് ഇൽമിൻ്റെ മേഖല, ദീനിൻ്റെ മേഖല. ആ മേഖലയിൽ കയറിയ അഭിപ്രായങ്ങൾ പറയരുത്, വിവരക്കേടുകൾ വിളിച്ചു പറയരുത്. അങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്ന പക്ഷം പരസ്യമായ തെറ്റിനെ വിമർശിക്കേണ്ടി വരും. വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തങ്ങളാണെങ്കിൽ വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു ദേഷ്യവും അദ്ദേഹത്തോടില്ല, വ്യക്തിപരമായില്ല. പക്ഷേ ചെയ്യുന്ന തെറ്റുകളോടുണ്ട്. അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. ഇനി മുത്തുമണികൾ വീണ്ടും വന്നടിയിൽ കമൻ്റ് ഇട്ടാൽ എന്തു പറയാനാ? അള്ളാഹു അവരെയും നമ്മളെയൊക്കെ ബോധമുള്ളവരിൽ പെടുത്തട്ടെ. ഏതായാലും നൂറെ ഹബീബ് മുത്തുമണികളുടെ മെയിൻ ചാനലിൽ നിന്ന് എനിക്ക് വന്ന തെറിവിളി അത് ഞാൻ പുറത്തു കൊടുത്തു. അള്ളാഹു അവർക്കും പുറത്തു കൊടുക്കട്ടെ. ഞാനിതെന്തിനാ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ് എങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ് എങ്കിൽ, ആ ലൈസൻസ് അത് തെറ്റായ സ്രോതസ്സിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.